യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭൂയോ അസദ സദസദിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സച്ഛബ്ദാദയോ അസദഭാവശ്ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പൂർവം സതിതമനുസൃത്യ ചക്ഷുരാദയച്ചൈകം ചേതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ശ്രീ ഗുരുഭ്യോ നമഃ. ജ്ഞാതൃജ്ഞാനയോരന്യോന്യ വിഷയ വിഷയിത്വാൻ മിഥുനത്വമിതി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ജ്ഞാനജ്ഞേയ വിഭാഗഃ. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. ശ്രോതാക്കൾക്ക് ഏവർക്കും വന്ദനം. നമ്മളുടെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ പ്രാർത്ഥനയോടെയാണ്. എനിക്ക് തോന്നുന്നു മുൻപ് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിരുന്നതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഓരോന്നും ചൊല്ലി കേൾക്കുമ്പോൾ അതിലലിഞ്ഞ് അതിൽ ലയിച്ച് നമുക്കൊന്നും കൂടി കേൾക്കാൻ തോന്നുന്ന ഒരു പ്രതീതിയോടുകൂടി ഇന്നത്തെ പ്രാർത്ഥന, എന്നത്തേതും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇന്നത്തതിന് എന്തോ ഒരു പ്രത്യേക ശോഭ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതിൽ ഇന്ന് നമുക്ക് ദൈവദശകവും ഗുരുഷട്കവും ഗുരുധ്യാനവും ചൊല്ലിയ അമ്പിളി സുനില് ഭഗവത്ഗീതയിലൂടെ കൈപിടിച്ച് ആധ്യാത്മിക ജീവിതത്തിലേക്ക് എത്തിയതാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആധ്യാത്മിക പഠനവും വേണമല്ലോ. അപ്പോൾ ഭഗവത്ഗീത ആലാപനത്തിൻ്റെ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു ട്രെയിനർ കൂടിയാണ്.
അപ്പോൾ നമ്മളുടെ പഠന ക്ലാസ്സിലേക്ക് ഗുരുവിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഏറെ ഭക്തിയോടെ ഏറെ ആദരവോടുകൂടി തന്നെ ഗുരുദേവ കൃതികളുടെ ആലാപനവും പഠനവും എല്ലാം നടക്കണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ വേദാന്ത സൂത്രത്തിൻ്റെ 6ാമത്തെ സൂത്രമാണ് ഇന്ന് നമുക്ക് വിചാരം ചെയ്യാനുള്ളത്. തദിദം സദസദിതി എന്ന സൂത്രത്തിന് ശേഷം നമുക്ക് ഇന്ന് 6ാം സൂത്രമായ ഭൂയോ അസദഹ സദസദിതി എന്ന സൂത്രമാണ് ഇന്ന് നമുക്ക് തത്വവിചാരം ചെയ്യേണ്ടത്. ഭൂയോ അസദഹ സദസദിതി. അവിടെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ളത്, നമ്മളുടെയൊക്കെ പ്രാർത്ഥനാ മഞ്ജരിയില് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കൃതികളിലെ കൂട്ടത്തിൽ വേദാന്ത സൂത്രത്തിലെ ഈ സൂത്രം ഭൂയോ അസദഹ എന്നുള്ളിടത്ത് ഭൂയോ കഴിഞ്ഞിട്ട് ഒരു പ്രശ്ലേഷം ഇട്ടുകൊണ്ടാണ് അസദഹ ആയ്ക്ക് പകരം ഒരു പ്രശ്ലേഷം ഇട്ടുകൊണ്ടാണ് ആ സൂത്രം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഗുരുക്കന്മാരായ മുനി നാരായണ പ്രസാദ് സ്വാമിജിയും പ്രൊഫസർ ബാലകൃഷ്ണൻ സാറുമൊക്കെ ഈ പ്രശ്ലേഷം കളഞ്ഞിട്ട് ഭൂയോ സദഹ സദസദിതി എന്നാണ് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. ഏതായാലും എല്ലാം ശരി തന്നെയാണ്, ഗുരുക്കന്മാർ പറഞ്ഞു തന്നതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ വ്യാകരണത്തിന്റെ ആ ഒരു നൂലാമാല നമുക്കുണ്ട്. കാരണം അസത്തെന്ന് പറഞ്ഞാലും സത്തെന്ന് പറഞ്ഞാലും കേവല സത്ത തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ മഞ്ജരിയിലുള്ള വ്യാഖ്യാനം അനുസരിച്ചാണ് ഇതിനെ തത്വവിചാരത്തിന് എടുക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭൂയോ അസദഹ സദസദിതി, ഭൂയോ അസദഹ സദസദിതി. കാരണം ഭൂയോ എന്ന് മാത്രമായിട്ട് പദം നിൽക്കില്ല. ഒരു സന്ധിയോട് ചേർന്ന് പറയുമ്പോഴാണ് ഭൂയോ അസദഹ എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം വിസർഗത്തിന് ശേഷം, വിസർഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പദം എഴുതിയിട്ട് 2 കുത്തിടുന്നതിനെയാണ് സംസ്കൃതത്തിലെ വിസർഗം എന്ന് പറയുക. വിസർഗത്തിന് ശേഷം അകാരം അല്ലെങ്കിൽ സ്വരം വരുമ്പോൾ മാത്രമാണ് പ്രശ്ലേഷം ചിഹ്നം വരുന്നത്. അത് എപ്പോഴും നമുക്ക് വിനായകാഷ്ടകം അതുപോലെ പല കൃതികളും ചൊല്ലുമ്പോൾ വരുന്നൊരു സംശയമാണ്. വിസർഗത്തിന് പദം പിരിക്കുമ്പോൾ വിസർഗത്തിന് ശേഷം അകാരം അല്ലെങ്കിൽ സ്വരം വരുമ്പോഴാണ് ആ സ്വരത്തിനു പകരം ആ എന്ന് പ്രശ്ലേഷ ചിഹ്നം ഇടുന്നത്. വിസർഗത്തിന് ശേഷം വ്യഞ്ജനം വന്നാൽ പ്രശ്ലേഷം ഇടില്ല. അതുകൊണ്ടാണ് അവര് ഭൂയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ സദഹ എന്ന് ഇട്ട് തന്നത് നമുക്ക്, അല്ലെ? പക്ഷെ ഇവിടെ ഗുരു തന്നിരിക്കുന്ന അതേ രൂപത്തിലാണ് നമ്മൾക്ക് ഇത് പറയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഭൂയോ കഴിഞ്ഞിട്ട് സ എന്നുള്ളത് വ്യഞ്ജന ആയതുകൊണ്ട് അവിടെ ഭൂയഹ അല്ലെങ്കിൽ ഭൂയോ സതഹ എന്ന് പറയില്ല, അകാരം ഇട്ട് തന്നെ വേണം. വിസർഗത്തിന് ശേഷം സ് വന്ന വ്യഞ്ജനാണ്. വ്യഞ്ജനവും വിസർഗവും ചേരുമ്പോൾ ആണ് വ്യഞ്ജനവും വിസർഗവും ചേരുമ്പോൾ പ്രശ്ലേഷം വരില്ല. വ്യഞ്ജനവും സ്വരവും ചേരുമ്പോഴാണ് പ്രശ്ലേഷം വരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാ മഞ്ജരിയിലെ ആ സൂത്രം അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അതിന്റെ പദച്ഛേദം ഒന്ന് കൃത്യമായി എഴുതി വെക്കണം. കാരണം നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്, സംസ്കൃതത്തിലുള്ള പദങ്ങളായതുകൊണ്ടാണ്. ഭൂയഹ പ്ലസ് അസദഹ പ്ലസ് സദ് അസദ് ഇതി. ഭൂയഹ പ്ലസ് അസദഹ പ്ലസ് സദ് അസദ് ഇതി. കാരണം ഭൂയോന്ന് മാത്രം ഒരു പദം നിൽക്കില്ല, ഒരു അകാരാന്ത പുല്ലിംഗ ശബ്ദമാണത്. അതപ്പോ ഭൂയഹ എന്ന് പിരിക്കുമ്പോൾ പിന്നെ സദഹ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇത് പിരിച്ചിരിക്കുന്നത്. ഭൂയഹ അസദഹ സദ് അസത് ഇതി എന്ന് പദച്ഛേദം.
ഇനി അതിൻ്റെ ഓരോ പദം എടുത്തു നോക്കുമ്പോൾ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നുള്ള അർത്ഥമാണ്. പുനഃ പുനഃ, വീണ്ടും വീണ്ടും. അസതഹ, അസതഹ എന്ന് പറഞ്ഞാൽ നാമരൂപരഹിതമായ ഉണ്മയ്ക്കാണ് അസത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ദർശനമാല പ്രമാണമാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഒരു നമുക്ക് ദർശനമാലയിലെ ഒന്നാമത്തെ ശ്ലോകം തന്നെ ആ കേവല സത്തയെ അസത്ത്, നാമരൂപരഹിതമായ ബ്രഹ്മം എന്ന രീതിയിൽ അസത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് പ്രപഞ്ച സൃഷ്ടിയെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് വളരെ ധൈര്യത്തോടു കൂടി ഗുരുവിന്റെ വാക്കുകളെ തന്നെ അനുസരിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ പിരിച്ചിരിക്കുന്നത്. അപ്പോ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. അസതഹ എന്ന് പറഞ്ഞാൽ നാമരൂപരഹിതമായ ആ ഉണ്മയിൽ നിന്നും. അത് ഭാവത്തിൽ സത്ത് തന്നെയാണ്. അസത്ത് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇല്ലാത്തതിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അസത്ത് എന്ന പദം ഉപനിഷത്തിന്റെ യുക്തി വെച്ച് തന്നെ വ്യാഖ്യാനിച്ചു തരാം. അസത്ത് എന്ന പദത്തിന് നാമരൂപരഹിതമായ ഉണ്മ എന്ന് കൃത്യമായി പഠിച്ചോളണം. അതായത് കേവല സത്തയിൽ നിന്നും. അസതഹ എന്ന് പറഞ്ഞ പഞ്ചമി വിഭക്തിയാണത്. അതിൽ നിന്നും, ആ കേവല സത്തയിൽ നിന്നും. അപ്പോ അസതഹ എന്ന് പറഞ്ഞ ഇല്ലാത്തതിൽ നിന്ന് അർത്ഥം എടുക്കരുത്. ഉണ്മയിൽ നിന്ന് തന്നെ. സത്ത് എന്ന ഭാവത്തിൽ അർത്ഥം നാമരൂപരഹിതമായ ഉണ്മയിൽ നിന്നും. അപ്പോ നാമരൂപങ്ങളായി വെളിപ്പെടാത്തത് കൊണ്ട് അവ്യാകൃതമായ അതുകൊണ്ടാണ് ഇതിന് അസത്ത് എന്ന് പറഞ്ഞത്. അവ്യാകൃതമായതുകൊണ്ടാണ്, നാമരൂപങ്ങളായി ഇതിങ്ങനെ വേർതിരിയാത്ത അവസ്ഥയിലാണ് സൃഷ്ടിക്ക് മുമ്പ് ഇരുന്നിരുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ രാത്രി കിടക്കുമ്പോൾ ഒരാൾ സങ്കല്പിക്കുകയാണ്, നാളെ എനിക്ക് പുട്ടുണ്ടാക്കണം, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കണം തീരുമാനിക്കുക. അത് സങ്കല്പിക്കുകയാണ്. അപ്പൊ അവിടെ നാമവും രൂപവും ഒന്നും വന്നിട്ടില്ല, സങ്കല്പത്തിലുള്ള അല്ലെ. സങ്കല്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിട്ടും ഉണ്ടാവും. അപ്പോ അത് ദോശയായി വരണത് എപ്പോഴാ? നാമത്തോടും രൂപത്തോടും കൂടി ഈ സങ്കല്പം തന്നെയാണ് നാമരൂപങ്ങളായിട്ട് വരുന്നത്. അപ്പോ നാമരൂപരഹിതമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് അവ്യാകൃതം എന്ന് പറയുക. വ്യാകൃതം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളോടുകൂടി കാണുന്നതിനെയാണ് വ്യാകൃതം എന്ന് പറയുക. ഇത് വേദാന്ത ഭാഷയിലുള്ള ചില ടേംസ് ആണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അവ്യാകൃതമെന്നും വ്യാകൃതമെന്നും ഒക്കെ. അപ്പൊ അവ്യാകൃതം എന്ന് ഓർത്തു നോക്കിയേ, നാമരൂപത്തോടു കൂടി പ്രകടമാകാത്ത അവസ്ഥയ്ക്കാണ്, സ്ഥിതിക്കാണ് അവ്യാകൃതം എന്ന് പറയുക. അതിനെയാണ് അസത്ത് എന്ന് പറഞ്ഞത് ഇവിടെ. അപ്പൊ ആ കേവല സത്ത, ഉണ്മയായിരിക്കുന്ന ആ കേവല സത്തയിൽ നിന്നും സത്ത് ഉണ്ടെന്നും, അതായത് ജീവഭാവത്തിനെ, എല്ലാ ജീവഭാവങ്ങളും സത്ത് ഉണ്ടെന്നും. അപ്പോ ഓർക്കണം, കേവല സത്തയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന സത്ത് ഒരു സാപേക്ഷമാണ്, ഒരു ഉപാധിയോട് കൂടിയതാണ്. ആ സത്തിനൊരു ഉപാധിയോട് കൂടി മാത്രമേ ഇവിടെ പ്രകാശിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് രണ്ടും പ്രതീതിയാന്ന് പറഞ്ഞത്. അപ്പോ കേവല സത്തയിൽ നിന്നും സത്തെന്നും ഉണ്മയെന്നും ഉണ്ട് എന്നും അസത്തെന്നും ഇല്ല എന്നും അഭാവരൂപത്തിലും, ഭാവരൂപത്തിലും അഭാവരൂപത്തിലും അധികം ഒന്നും തലപുകയണ്ട. സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മയായിട്ടും അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയായിട്ടും, സത്തിന് വേണേ ഭാവരൂപമായിട്ടും അസത്ത് എന്ന് പറഞ്ഞാൽ അഭാവരൂപമായിട്ടും ഇതി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ മൂന്നിന്റെയും കൂടി അർത്ഥം, ഓരോ വാക്കിന്റെ അർത്ഥം ഭൂയഹ വീണ്ടും വീണ്ടും, അസതഹ നാമരൂപരഹിതമായ ആ കേവല സത്തയിൽ നിന്നും, അവ്യാകൃതമായ ബ്രഹ്മസത്തയിൽ നിന്നും സത്ത് ഉണ്ട് എന്നും അസത്ത് ഇല്ല എന്നും എന്ന രീതിയിൽ പ്രപഞ്ചം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ഓരോ പദങ്ങളും എടുത്തിട്ട് വ്യാഖ്യാനിക്കാം നമുക്ക്. ഇപ്പൊ പദങ്ങളുടെ അർത്ഥം മാത്രം ഇങ്ങനെ കുറിച്ചിടുക, അത് മനസ്സിലേക്ക് കുറിച്ചിടുക കേട്ടോ. അപ്പൊ ഇവിടെ അതിന്റെ ചേർത്ത് അതിന്റെ അർത്ഥം ഒന്ന് എഴുതി വെക്കണം, അത് നമ്മൾ മറന്നുപോകും. വീണ്ടും വീണ്ടും ഭൂയഹ എന്നുള്ളത് കൊണ്ട് പുനഃ എന്നാണ്. ഒരു വീണ്ടും കൂടി അങ്ങ് എഴുതി ചേർത്തോളൂ. കാരണം ഇങ്ങനെ സൃഷ്ടി അനർഗളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ വീണ്ടും എന്നുള്ള പദം ഗുരു ഉപയോഗിച്ചത്. വീണ്ടും വീണ്ടും ആ കേവല സത്തയിൽ നിന്നും സത്ത് അസത്ത് എന്നിങ്ങനെ
വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്, ഈ പ്രപഞ്ചം. ഒന്നുകൂടി പറയാം, വീണ്ടും വീണ്ടും കൃത്യമായി ആ സൂത്രം വായിക്കാൻ പഠിക്കണം, സൂത്രം എന്നും ജപിക്കണം. ഗുരുവിന്റെ കൃതികൾ മൊത്തം പഠിച്ചതിന് തുല്യമാണ് ഈ വേദാന്തസൂത്രം നമ്മൾ ജപിക്കുന്നത്, ഒരു ജപമാണ്. അപ്പോ വീണ്ടും വീണ്ടും ആ കേവല സത്തയിൽ നിന്നും സത്ത് അസത്ത് എന്നിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. വീണ്ടും വീണ്ടും ആ കേവല സത്തയിൽ നിന്നും സത്ത് അസത്ത് എന്നിങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. അപ്പൊ ജഗത്ത് കേവല സത്തയിൽ നിന്നും ഈ ജഗത്ത് നാമരൂപങ്ങളായി ഇവിടെ വെളിപ്പെട്ടപ്പോൾ സത്ത് അസത്ത് ഉണ്ട് ഇല്ല എന്നീ ഭാവത്തിലാണ് ഇതിവിടെ പ്രകടിതമായത്, പ്രതീതമായത് എന്നാണ് സൂത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ശ്രുതിയെ അല്ലെങ്കിൽ വേദത്തെ പ്രമാണമാക്കിക്കൊണ്ട് തന്നെ, ഗുരുദേവ കൃതികളെ പ്രമാണമാക്കിക്കൊണ്ട് തന്നെ നമുക്കിതിന്റെ തത്വവിചാരം ചെയ്യാം. അപ്പോ ആദ്യം തന്നെ നമ്മൾ അറിയണം, ജഗത്തിലെ സത്ത് അസത്ത് ഭാവങ്ങൾ മായാനിർമ്മിതമായ അസത്യമാണ്. അത് ആദ്യം ഓർക്കണം. അപ്പോ ഇന്ദിര ടീച്ചറൊക്കെ പ്രത്യേകം എടുത്ത് സംശയം ചോദിക്കും, ടീച്ചറെ ഈ കേവല സത്തയിൽ നിന്നുണ്ടായ സത്തും പ്രതീതിയാണോ? അവിടെ പിന്നെ സംശയം നിൽക്കുവാണ്. അവിടെ നമുക്കത് തത്വം ഓർക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഓരോ സൂത്രത്തിലേക്ക് കടക്കുമ്പോൾ അത് നമുക്ക് പിന്നെ മനസ്സിലാവും. ഒന്ന് ഓർക്കുക, ജഗത്തിലെ ഈ പ്രപഞ്ചത്തിലെ സത്ത് അസത്ത് ഭാവങ്ങൾ രണ്ടും മായയാണ്, മായാനിർമ്മിതമായ അസത്യമാണ് എന്നർത്ഥം. രണ്ടും വെടിഞ്ഞാലേ നമുക്ക് ബ്രഹ്മസത്യ, ആ കേവല സത്യയെ സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. സത്തിലും കുടുങ്ങരുത്, അസത്തിലും കുടുങ്ങരുത് എന്നർത്ഥം. അപ്പൊ നമുക്ക് ആദ്യത്തെ പദം ഭൂയഹ എന്നുള്ളതിനെ വ്യാഖ്യാനിക്കാം. വീണ്ടും വീണ്ടും, പുനഃ. സംസ്കൃതത്തിൽ പറയുമ്പോൾ പുനഃ എന്ന് പറയും, വീണ്ടും വീണ്ടും. അപ്പോ നമ്മൾ ഓർക്കണം, മാറി മാറി വരുന്ന സൃഷ്ടി സ്ഥിതി ലയം അല്ലെ, അങ്ങനെ മാറി മാറി വരുന്ന അനുഭവത്തെ സൂചിപ്പിക്കാനാണ് ഭൂയഹ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരു വളരെ കൃത്യമായാണ് അല്ലെ, പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. ഈ ലോകത്ത് നമ്മുടെയും ഗതി ഇതൊക്കെ തന്നെ. സത്യം അറിഞ്ഞ്, ഒരുവിധമൊക്കെ സത്യം അറിഞ്ഞവർക്ക് മാത്രമേ ഇതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കാനും ഇതിങ്ങനെ കേൾക്കാനും പറ്റുള്ളൂ. അപ്പൊ സത്യം അറിയാതെ ഈ ലോകത്തുനിന്ന് പോയാൽ ഈ വീണ്ടും ഈ ജഡശരീരത്തിലേക്ക് നമ്മൾ വന്നുപെടും. അപ്പൊ അതുകൊണ്ടാണ് ഗുരു ഇതിനെ വളരെ താത്വികമായി തത്വവിചാരം ചെയ്ത് പഠിക്കാനാണ് എല്ലാത്തിനെയും കൂടി ഗുരു സൂത്ര രൂപത്തിലാക്കി വെച്ച് ഓർക്കാൻ എളുപ്പത്തിനാണ് നമുക്ക് സൂത്ര രൂപത്തിൽ തന്നത്. അപ്പൊ നമ്മളത് പഠിക്കാതെ ഈ ജന്മം കടന്നുപോയാൽ വലിയ നഷ്ടമായി പോകും. നമുക്ക് എങ്ങനെയും മനസ്സിലാക്കി എടുക്കുക. ഒരു സൂത്രം കഴിയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അടുത്ത സൂത്രത്തിലൂടെ നമുക്കിത് കിട്ടും. ഇത് പഠിച്ചാൽ നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളും, നമുക്ക് എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും പൊരുൾ നമുക്ക് പിടികിട്ടും, സംശയം വേണ്ട. ഇവിടെ പറഞ്ഞത് ഭൂയഹ എന്ന പദം മാറി മാറി വരുന്ന അനുഭവത്തെ സൂചിപ്പിക്കാനാണ് ഭൂയഹ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നർത്ഥം, അല്ലെങ്കിൽ ഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നർത്ഥം. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥമാണ് ഭൂയഹ എന്ന പദത്തിന്. എന്താ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ജീവിച്ച് അവസാനം നമ്മൾ വിചാരിക്കും, ഞാൻ എന്തിനാ ജനിച്ച്, എന്തിനായിരുന്നു എൻ്റെ ജീവിതം ഇത്രയും ക്ലേശങ്ങളിലൂടെ കടന്നുപോയത്, ഞാൻ എന്താണ് നേടിയത് എന്ന് ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒന്നും നേടിയിട്ടേയില്ല. കുറെ ദുഃഖം മാത്രം. നേടിയ വസ്തുക്കളൊക്കെ നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ട് തന്നെ, അത് ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും കടന്നും പോകുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വസ്ഥാനത്തെത്തുക എന്നുള്ളതാണ്, തുടങ്ങിയെടുത്ത് ഒടുങ്ങുക എന്നുള്ളതാണ്. ഈ മനുഷ്യന്റെ ഒരു ശരീരത്തിൽ വന്നതുകൊണ്ട്, ഈ ശരീരം നശ്വരമായ ശരീരത്തിൽ വന്നതുകൊണ്ട് ഇത് ഒടുങ്ങിയേ പറ്റൂ, ഇത് നശ്വരമാണ്, നശിച്ചു പോകും എന്ന ബോധം എപ്പോഴും നമുക്ക് ഉണ്ടാകണം. അത് കുറെ കാലം നീട്ടി ആയുസ് കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല നമുക്കല്ലേ. അപ്പോൾ കിട്ടിയെത്തിടത്തോളം കാലം ഇതിനെ എങ്ങനെ വിനിയോഗിച്ചു എന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ സ്വസ്ഥാനത്ത് മാത്രമേ സ്വസ്ഥത ലഭിക്കൂ എന്ന് ആദ്യം അറിയുക. ബാക്കിയെല്ലാം നമ്മൾ അസ്വസ്ഥമാക്കും.
നമ്മുടെ സ്നേഹിച്ചിരിക്കുന്ന മാതാവോ പിതാവോ ബന്ധുജനങ്ങളോ മക്കളോ സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവിയോ എല്ലാം 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 ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളാണ്. കാരണം അത് വരുമ്പോൾ സന്തോഷിക്കും, പോകുമ്പോൾ ദുഃഖിക്കും. പക്ഷേ ഇതിനൊക്കെ അപ്പുറം നമ്മളെ ആനന്ദപരമയമായ ഒരു സ്വരൂപം നമ്മളിൽ തന്നെ തെളിഞ്ഞിരിപ്പുണ്ട്. അവിടെ ആനന്ദമാണ്. ആ ആനന്ദത്തെ അറിഞ്ഞു വേണം ഈ ലോകത്തുനിന്ന് പോകാൻ. അപ്പൊ ദുഃഖിച്ചുകൊണ്ട് പോവില്ല. അതുകൊണ്ട് ഗുരു പറഞ്ഞ ഗുണം കെട്ടു ദുഃഖിച്ചു പോകാനയക്കല്ല, അല്ലേ? അഹം ദേഹമെന്നോർത്ത് സത്വാദിയാം ഒക്കുണം കെട്ടു പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണ ലോക പ്രപഞ്ചപ്രവാഹം ക്ഷണം ജ്യോതി രാജേന്ദ്രതാരം എന്നൊക്കെ ഗുരു പഠിപ്പിച്ചു തന്നെ അതാ. പണം പെണ്ണിലും മണ്ണിലും ചെന്നു ആശ്വസിച്ച് ആത്മോദം ഗുണം കെട്ട് ദുഃഖിച്ചു പോകാനയക്കൊല്ലാം. ഭഗവാനെ, എന്നെ ഒരു ഗുണവും ഇല്ലാത്ത മനുഷ്യനായിക്കൊണ്ട് ഇത്രയും കാലം ജീവിച്ചുകൊണ്ട് ഈ ജീവിതം അവസാനിപ്പിക്കാൻ എന്നെ അങ്ങനെ അയക്കല്ലേ. അറിയേണ്ടത് അറിഞ്ഞു പോകാനുള്ള അനുഗ്രഹം തരണേ ഭഗവാനെ. ഗുരുവിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉള്ളിൽ തെളിയുള്ളൂ. അപ്പൊ ഗുരുപാദങ്ങളെ കരുണയോടുകൂടി ഓർക്കുക, വീണ്ടും വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് എന്നിൽ തന്നെയുള്ള സ്വരൂപം ഒന്ന് തെളിച്ചു തരണം. അതിലൂടെ എൻ്റെ ദുഃഖങ്ങളെയും എനിക്ക് അവിടെ ആ പാദങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് വേണം. അതിന് നമ്മൾ ഒരു വേദാന്തവും പഠിക്കണ്ട, ഒരു ഉന്നത ബിരുദങ്ങളും ഒരു ശാസ്ത്രവും നമുക്ക് വേണ്ട. ഗുരുവിലുള്ള ഭക്തി, അകമഴിഞ്ഞ ഭക്തിയും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് എത്തേണ്ട വഴിയിലൂടെ എത്താനായിട്ട് സാധിക്കും, ഒരു സംശയമില്ല. അപ്പോ ഭൂയഹ എന്ന പദത്തിന് വീണ്ടും വീണ്ടും എന്ന അർത്ഥം മാറി മാറി വരുന്ന അനുഭവത്തെ സൂചിപ്പിക്കാനാണ്. സൃഷ്ടി സ്ഥിതി ലയങ്ങൾ ഇങ്ങനെ ഈ അനാദിയായ കാലം മുതൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ രഹസ്യം തിരയലാണല്ലോ നമ്മുടെ ജീവിത രഹസ്യം തിരയല്. അപ്പോൾ അങ്ങനെ അതിനെ സൂചിപ്പിക്കാനാണ്. ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തെയൊക്കെ സൂചിപ്പിക്കാനാണ് നമുക്ക് ഈ പദങ്ങൾ ഗുരു തന്നിരിക്കുന്നത്. അപ്പോൾ പരമാർത്ഥ സത്യത്തെ സാക്ഷാത്കരിക്കാതെ ഈ ലോകത്തുനിന്ന് പോകുന്നിടത്തോളം കാലം എന്ത് വരും? ജന്മവും സ്ഥിതിയും ലയവും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലമായി യാത്ര തുടങ്ങിയിട്ടുണ്ട് എന്ന് ആർക്കറിയാം, അല്ലേ? ഓരോ ജന്മം എടുക്കുമ്പോഴും നമ്മൾ പൂർവ്വജന്മങ്ങൾ വിസ്മൃതമാകും നമുക്ക്. എന്തായാലും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം തന്നെക്കുറിച്ചുള്ള അറിവ് കർണപുടങ്ങളിൽ എത്തുക, അല്ലാത്തവർക്ക് ഇത് എത്തില്ല. അപ്പോ ആ ഒരു ഈ ജന്മത്തിൽ വെച്ചെങ്കിലും താൻ ആരാണെന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചാലേ അത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെയാണ് കരുതേണ്ടത്. അപ്പോ അടുത്തത് പറയുമ്പോൾ ഭൂയഹ അസതഹ. ഇനി നമുക്ക് ഭൂയഹ നമ്മൾ വ്യാഖ്യാനിച്ചു. വീണ്ടും വീണ്ടും സൃഷ്ടിയും സ്ഥിതിയും ലയവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സൃഷ്ടിസ്ഥിതി ലയങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നത് സത്യമറിയാതെ ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴാണ്. അതുകൊണ്ട് സത്യമറിഞ്ഞ് സ്വസ്ഥാനത്തേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യനും അവന്റെ കർമ്മബഹുളമായ ജീവിതത്തിൽ അതിനും കൂടി കുറച്ച് സമയം നീക്കിവെക്കണം. അത് നമ്മൾ അറിയണം. വീണ്ടും പറയാണ് ഭൂയഹ അസതഹ. അസതഹ, വീണ്ടും ഈ അസത്തിൽ നിന്നും. അപ്പൊ അസത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇല്ലാത്തതിൽ നിന്ന് എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടാവുക, അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് നാമരൂപരഹിതമായ ഉണ്മയിൽ നിന്നും. ഈ ആവർത്തിച്ച് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് തത്വം ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുവും നമുക്ക് ഒരു കാര്യം തന്നെ എത്രയോ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലെ? തത്വമസി തന്നെ ചാന്തോക്യ ഉപനിഷത്ത് 9 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു. സർവശാസ്ത്രങ്ങളും പഠിച്ചു വന്ന മകനോടാണ് 9 പ്രാവശ്യം നീ അതാണ് കുഞ്ഞേ എന്ന് പറഞ്ഞു കൊടുത്തു, ഓരോ ഉദാഹരണങ്ങളോടൊപ്പം. അപ്പൊ അജ്ഞാനികളായ നമുക്കിത് ഉറക്കണമെങ്കിൽ വീണ്ടും വീണ്ടും, അല്ലെ, ആവർത്തനോ അസകൃത് ഉപദേശ എന്ന് പറയും. വീണ്ടും വീണ്ടുമുള്ള ഉപദേശവും ആവർത്തനവും ഒക്കെ കൊണ്ടാണ് സത്യം ഉറക്കുന്നത്. കാരണം ഗുരു ഇത് ഇങ്ങനെ വേദാന്ത ഭാഷയിൽ പറയുന്നത് കൂടാതെ നമുക്ക് ശിവശതകത്തിൽ വളരെ ഭംഗിയായി ഏത് കുഞ്ഞു കുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഭാഷയിൽ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ജനിമൃതി രോഗമറുപ്പതിന് സഞ്ജീവനി പരമേശ്വര നാമമെന്നിയില്ല, പുനരതുമൊക്കെ മറന്നു പൂത്തു കായ്ക്കും പുനകൃതി കൊണ്ടു നിറഞ്ഞു ലോകമെല്ലാം. ഗുരു പറഞ്ഞതിൻ്റെയൊക്കെ പൊരുൾ നമ്മൾ എപ്പോഴെങ്കിലും തേടിയോ?
നമ്മൾ പാടി 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 പോകുന്നു എന്നല്ലാതെ ഈ ജനമൃതി രോഗം അറുക്കണം. നമ്മൾ ഗുരുവിനെ ഒന്നും ആരും പുകഴ്ത്താനോ ഗുരുവിനെ ഉയർത്താനോ ഒന്നും ആരും അതിനുവേണ്ടി ജീവിതത്തിൽ സമയം മെനക്കെടണ്ട. കാരണം ഗുരുസ്വരൂപങ്ങൾ ഈ ലോകത്തേക്ക് സത്യം പറഞ്ഞ് ആ അനുഭവിച്ച സത്യത്തെ അജ്ഞാനികളായ ആളുകൾക്ക് പകർന്നു തന്നിട്ടുള്ള പരബ്രഹ്മ സ്വരൂപികളാണ്. അവരെ ആരും ഇകഴ്ത്തേണ്ടവും പുകഴ്ത്തേണ്ടതെന്നും ആവശ്യമില്ല. സത്യസ്വരൂപികളാണ്. ഒരു ജഡ ശരീരത്തിൽ വരുന്നു എന്നേ ഉള്ളൂ. അപ്പോ ആ ഗുരുക്കന്മാർ തന്ന ഉപദേശം സ്വീകരിക്കാൻ ഭാഗ്യമുള്ളവർ സ്വീകരിക്കാം, അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും അത്. അപ്പോ ഇവിടെ ഗുരു പറയാണ് ജനിമൃതി രോഗം അറുപ്പതിനുള്ള സഞ്ജീവൻ ഔഷധം, മൃതസഞ്ജീവൻ ഔഷധം എന്താന്ന് ചോദിച്ചാൽ അത് പരമേശ്വര നാമമാണ്, നാമസങ്കീർത്തനമാണ് ഈ ജന്മസ്ഥിതി ലയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ ഗുരു പറയാണ് ജനങ്ങള് അതൊക്കെ മറന്നിട്ട് ഈ കാണണ എന്ത് സുഖം എന്ന് കരുതിയാ പോണത്. ഒരു അത്തിക്കായുടെ അകത്ത് നിന്നൊരു പുഴു അത്തിപ്പഴം തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അനുഭവം എന്താണ്? എന്ത് സുഖമാണ്, എനിക്ക് ആഹാരമുണ്ട്, ഇരിപ്പിടമുണ്ട്, എന്ത് ആനന്ദിച്ചേ ഇരിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും അറിയുന്നില്ല അതിരിക്കുന്ന ആ പഴം അനുദിനം ജീർണിച്ച് ആ പഴത്തോടൊപ്പം തന്നെ അത് നശിച്ചു പോകുമെന്നത് അറിയുന്നില്ല. നമ്മളുമൊക്കെ അങ്ങനെയാണ്. ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കണ്ണും ശബ്ദസ്പർശ രൂപ രസാദികളാകുന്ന ഭൗതിക വിഷയങ്ങളിൽ ആനന്ദിച്ച് എന്തൊരു സുഖം എന്ന് പറഞ്ഞ് ജീവിക്കും അല്ലെ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട പിന്നെ ആ കാഴ്ചകളുടെ സുഖം നഷ്ടപ്പെട്ടു. മൂക്കിന് ഗന്ധം നഷ്ടപ്പെട്ടാൽ ആ സുഖം നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ഇതൊക്കെ നൈമിഷികമായ സുഖമാണ്. അപ്പൊ ഗുരു പറയാണ് ഇതൊക്കെ മറന്നിട്ട് പൂത്തു കായ്ക്കും. കാരണം ഇവിടെ വാസനകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മള് ഓരോന്നും അനുഭവിക്കണം, ഇനിയും വേണം എന്നല്ല ആ വാസന കൂട്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഗുരു പറഞ്ഞ പൂത്തു കായ്ക്കും പുനകൃതി കൊണ്ട് നിറഞ്ഞു ലോകമെല്ലാം. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വാസന ഉണ്ടാവും, അത് സങ്കല്പമാവും, അത് വിരിഞ്ഞ് പിന്നെ ജന്മമാവും, പിന്നെയും കർമ്മം ചെയ്യും, അവിടെ നിന്ന് വാസന വരും, അതും കൊണ്ട് പോവും, കർമ്മക്കെട്ടും കൊണ്ട് പോവും, പിന്നെ അത് സങ്കല്പമായി വിരിയും. അങ്ങനെ ഈ ജനന മരണങ്ങളാകുന്ന കാട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഗുരു പറയുന്നത് അല്ലെ. അതിനൊക്കെയാണ് ഈ പരമമായ സത്തയിൽ നിന്നും ഈ ഉണ്ട് ഇല്ല എന്ന രൂപത്തിൽ പ്രതീതമാകുന്ന സത്തും അസത്തും പ്രതീതികളാണ് എന്നാണ് ഗുരു പറഞ്ഞു വരുന്നത്. ആ പ്രതീതിയിൽ ഒരു അംശമാണ് നാമം. ഇത്രയേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ അസത്തഹ എന്നുള്ള പദത്തിന്റെ വ്യാഖ്യാനം വെറുതെ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് നമുക്കൊക്കെ എഴുതി പഠിക്കേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്ക് അനുഭവം ഇല്ലാത്തവരാണല്ലോ. അസതഹ എന്നുള്ള പദം എഴുതുക, എന്നിട്ട് അതിന് അവ്യാകൃതമായ കേവല സത്തയിൽ നിന്നും എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവ്യാകൃതമായ സൂത്രാർത്ഥം എപ്പോഴും ഓർത്തോളണം. അവ്യാകൃതമായ കേവല സത്തയിൽ നിന്നും ഉണ്ട് ഇല്ല എന്ന രൂപത്തിൽ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അവ്യാകൃതമായ കേവല സത്തയിൽ നിന്നും ഏതൊക്കെ ഭാവത്തിലാ? ഉണ്ട് ഇല്ല, സത്ത് അസത്ത് എന്നീ ഭാവത്തിൽ ഇങ്ങനെ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചം എന്നുള്ളതാണ് സൂത്രം. അതിൽ അസത്ത് എന്ന് പറഞ്ഞ അവ്യാകൃതമായ കേവല സത്ത. ഇനി നമുക്ക് ദർശനമാല പ്രമാണം എന്ന് അവിടെ എഴുതി വെച്ചോളൂ. ദർശനമാല പ്രമാണം പ്രപഞ്ച സൃഷ്ടിയെ പറഞ്ഞുകൊണ്ട് ഗുരു ദർശനമാല ആരംഭിക്കുമ്പോൾ ആസീത് അഗ്രേ അസദേവേദം ഭുവനം സ്വപ്നവത് പുനഃ സസർജ സർവം സങ്കല്പമാത്രേണ പരമേശ്വര. ആസീത് അഗ്രേ എന്നുള്ള പദത്തിന്റെ അർത്ഥം പഠിക്കണം. പല സ്ഥലങ്ങളിലും ഗുരു വേദാന്ത സൂത്രത്തിലും ഒക്കെ അത് വരും. അഗ്രേ എന്ന് പറഞ്ഞ ആ ആശയം വരും. മുൻപ് സൃഷ്ടേഹേ പ്രാഗ് എന്ന് പറയും ഉപനിഷത്ത്. സൃഷ്ടിക്ക് മുൻപ് ഇത് അസത്തായിരുന്നു. ഈ പ്രപഞ്ചം അസത്തായിരുന്നു, നാമരൂപരഹിതമായ ഉണ്മയായി അവ്യാകൃതമായിരുന്നു. അതിൽ നിന്നാണ് സ്വപ്നവത്, ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ഭഗവാൻ സങ്കല്പമാത്രേണ, ഒരു സങ്കല്പം കൊണ്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ കോലദിലേശ സ്തവത്തിൽ പറഞ്ഞ പോലെ ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ച്
ആരാലോകന മാത്രേണ വരിക്കുന്നനുവേലം. അവിടെ അനുവേലം എപ്പോഴും വീണ്ടും വീണ്ടും ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു നോട്ടം കൊണ്ട്, ഒരു തിരുനോട്ടം കൊണ്ടാണ് ഇതിനെ പാലിച്ചു കൊണ്ടിരിക്കുന്നത് സർവ്വതിനെ. അതാണ് ജഗതീശ്വര ശക്തി. അപ്പോ ഇവിടെ അസത്ത് എന്ന് പറഞ്ഞതിന് തികച്ചും ഇല്ലാത്തത് എന്നർത്ഥമില്ല. അത് ഉറപ്പിച്ച് പഠിച്ചോളണം. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അസത്തിൽ നിന്ന് സത്ത് അസത്തും ഉണ്ടായി എന്ന് പഠിക്കുമ്പോൾ അസത്ത് എനിക്ക് ഒരു ഭയമുണ്ട്. നിങ്ങളിത് തെറ്റായ രീതിയിൽ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. അസത്ത് എന്നുള്ള പദം ഗുരുവിന്റെ ദർശനമാലയിലെ 1ാമത്തെ ശ്ലോകം ബേസ് ആക്കിക്കൊണ്ട് വേണം നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ. അപ്പോ ആസീതഗ്രേ അസദേവേദം ഭുവനം എന്നുള്ള സൂത്രം ഇത് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം. സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം നിർവികാരമായ ബ്രഹ്മമായിരുന്നു. അവിടെ അസത്ത് എന്നുള്ളതിന് തികച്ചും ഇല്ലാത്തത് എന്ന അർത്ഥം ഇല്ല. തികച്ചും ഇല്ലാത്തതിൽ നിന്ന് ഒന്നും ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് നമ്മൾ അറിയണം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വേദമാണ് ഗുരു സൂത്രരൂപത്തിൽ തന്നേക്കണമെന്ന് മറന്നു പോരുന്നു കേട്ടോ. ഗുരുവിന്റെ വേദാന്ത സൂത്രം ഇനി നമ്മൾ വേണേ പറഞ്ഞോളൂ, വേദവുമായി ഒരു ബന്ധവും ഇല്ല, ഗുരു സ്വന്തം ഉണ്ടാക്കിയതാന്ന് പറയരുത്. ഈ വേദം എന്ന് പറഞ്ഞ അറിവാണ്, ഋഷീശ്വരന്മാരുടെ അനുഭവമാണ്. ആ അനുഭവങ്ങളുടെ ആകെ തുകയാണല്ലോ ഉപനിഷത്തുക്കള്. ആ ഉപനിഷത്ത് സത്യത്തെ ഉപനിഷത്ത് ഋഷിയായ ഗുരു ഇതെല്ലാം വായിച്ചു പഠിച്ചിട്ട് അത് എങ്ങനെ ആലോചിച്ചിരുന്നു സൂത്രരൂപത്തിലാക്കിയതൊന്നും അല്ല. അറിഞ്ഞ് അനുഭവിച്ച് ഗുരു ഇത് രചിച്ചപ്പോൾ അത് ഉപനിഷത്ത് സത്യമായി മാറി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇവിടെ വെറുതെ കുറിച്ച് വെക്കുക, തൈത്തിരീയ ഉപനിഷത്ത് എന്ന് കുറിച്ച് വെക്കുക കേട്ടോ. തൈത്തിരീയ ഉപനിഷത്തിലെ ബ്രഹ്മാനന്ദ വല്ലിയിലുള്ള 7ാം അനുവാകം. തൈത്തിരീയ ഉപനിഷത്ത് ഏത് വേദത്തിന്റെയാണ്? തൈത്തിരീയ ഉപനിഷത്തിലെ ബ്രഹ്മാനന്ദ വല്ലിയിലെ 7ാം അനുവാകം. ഓർമ്മയില്ല അല്ലെ? ഈശാവാസ്യ ഉപനിഷത്തൊക്കെ പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഒക്കെ മറന്നുപോയി അല്ലേ? ഈശാവാസ്യ ഉപനിഷത്തൊക്കെ പഠിച്ചതൊക്കെ ഓരോ ശ്ലോകങ്ങളും നിങ്ങൾ റിവൈസ് ചെയ്യണം. നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, എല്ലാ ഉപനിഷത്തുക്കളുടെയും സത്താണ് ഗുരു നമുക്ക് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് തന്നത് ഈശാവാസ്യ ഉപനിഷത്തെന്ന്. പഠിച്ചത് മനനം ചെയ്യണം. അതെ, യജുർവേദം. അതെ. അപ്പൊ ഇവിടെ തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദ വല്ലിയിലുള്ള 7ാം അനുവാകത്തിൽ പറയുന്നു, അസദ്വ ഇതമഗ്ര ആസീത്. അസദ്വ, ആ സ ദായുടെ അടിയിൽ വായാണ് കേട്ടോ, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിക്കോളൂ. അസദ്വ ഇതമഗ്ര ആസീത് തതോ വൈ സദജായത. സദ് അജായത ചേർത്ത് വായിക്കുമ്പോ സദജായത. ഒരു ഉപനിഷത്ത് മന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ പഠിപ്പിക്കുമ്പോ. അസദ്വ ഇതമഗ്ര ആസീത് തതോ വൈ സദജായത. എഴുതാൻ പറ്റുന്നുണ്ടോ? അസദ്വ ഇതമഗ്ര ആസീത് തതോ വൈ സദജായത. അതിനുശേഷം പറയണം, തദാത്മാനം സ്വയം അഗുരുത. തദാത്മാനം തന്നെ തന്നെ, അത് ആത്മാനം തന്നെ തന്നെ സ്വയം അഗുരുത, പലതാക്കി മാറ്റി. തന്നെ തന്നെയാണ് പലതാക്കിയിരിക്കുന്നത്, താൻ തന്നെയാണ് പലതായി മാറിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വസ്തു പോലും പുറത്തുനിന്ന് അന്യമായി ഉപയോഗിച്ചിട്ടില്ല. ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ച രൂപത്തില് വന്നിരിക്കുന്നത്. ഓരോ അണുവിലും ആ സ്പന്ദനമുണ്ട്, കടന്നിരിപ്പുണ്ട്. അപ്പോ ഇവിടെ ഈ നാമരൂപങ്ങൾ നശ്വരമായതുകൊണ്ടാണ് സത്വം പ്രതീതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, തൈത്തിരീയോപനിഷത്തിലെ ബ്രഹ്മാനന്ദ വല്ലിയിലുള്ള 7ാം അനുവാകത്തിൽ പറയുന്നു, അസദ്വ ഇതമഗ്ര ആസീത്. ഇതം, ഈ പ്രപഞ്ചം, അഗ്രേ പിരിക്കുമ്പോ അഗ്രേ എന്ന ഉത്പത്തിക്ക് മുമ്പ് അസത്തായിരുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ നമ്മുടെ സൂത്രമായിട്ട് ഇത് ചേരുന്നുണ്ട്. കാരണം പ്രശ്ലേഷം വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് സത്തിൽ നിന്ന് വീണ്ടും സത്വം അസത്വം ഉണ്ടായി എന്നാണ് മറ്റ് ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ രീതിയും ഇവിടെ അർത്ഥം നഷ്ടമാകുന്നില്ല. ഇവിടെ പറയാണ്, ഇത് ഈ പ്രപഞ്ചം, ഇതം ശബ്ദം എപ്പോഴും വാചക ശബ്ദമാണ്. ഈ പ്രപഞ്ചം അസദ്വ ആസീത്, അഗ്രേ, സൃഷ്ടിക്ക് മുമ്പ്, ഉത്പത്തിക്ക് മുമ്പ് അസത്തായിരുന്നു. തദഹ, അതിൽ നിന്ന്, സത് അജായത, നാമരൂപ സഹിതമായ
ഈ പ്രപഞ്ചം ഉണ്ടായി. തതഹ വൈ, വൈ എന്നുള്ളത് ഈ ഇതിന്റെ വൃത്താനുസാരിയായൊക്കെ മന്ത്രം രചിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പദപൂർണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. തതോ വൈ സദചായത, അതിൽ നിന്നാണ് സത്ത് ഉണ്ടായത്, നാമരൂപത്തോട് കൂടിയ ഈ ഈശ്വര സത്ത ഉണ്ടായത്. എന്നിട്ട് പറയാണ് തത് ആത്മാനം. ഇവിടെ കണ്ടോ, ഗുരുവിന്റെ ദൈവദശകമൊക്കെ ഉപനിഷത്ത് കാച്ചു കുറുക്കി വെച്ചിരിക്കുന്നതാണ്. തത്, ആ ബ്രഹ്മം തന്നെ, ആത്മാനം തന്നെ തന്നെ, സ്വയം അഗുരുത, തന്നെ തന്നെയാണ് പലതാക്കി മാറ്റിയിരിക്കുന്നത്. ആ പരബ്രഹ്മ സത്യം തന്നെ തന്നെയാണ് പലതാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോ ഒന്നും പുറത്തുനിന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നായല്ലോ. താൻ തന്നെയാണ് ഇവിടെ, ഒന്ന് തന്നെയാണ് പലതായി മാറിയിരിക്കുന്നത്. ഇനി ദൈവദശകത്തിലേക്കൊന്ന് വന്നേ. ദൈവദശകം ഉപനിഷത്താണോ എന്ന് സംശയം വന്ന ഒരു വെറുതെ ദൈവദശകത്തിലേക്ക് വന്നേ. നീയല്ലോ സൃഷ്ടിയും, വെറുതെ ചൊല്ലി നോക്കിയ, മനസ്സിൽ ചൊല്ലിട്ടൊന്ന് സങ്കല്പിച്ചത്. ഭഗവാനെ, നീ തന്നെയാണ് സൃഷ്ടി, നീ തന്നെയാണ് സ്രഷ്ടാവ്, അല്ലെ? നീ തന്നെയാണ് സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ സൃഷ്ടിയും, സൃഷ്ടി എന്ന പ്രക്രിയ നീയാണ്, സ്രഷ്ടാവ് നീയാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രി നീയാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉപനിഷദൃശിയായ ഗുരുവിന്റെ ദർശനം, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഒരു കുലാലൻ, ഒരു കുശവൻ മണ്ണ് കൂട്ടി കുഴച്ച് കുട ഉണ്ടാക്കുമ്പോൾ ഒരു മണ്ണ് തന്നെയാണ്, ഒരേ ഒരു മണ്ണെന്ന കാരണം തന്നെയാണ് കുടവും കുടുക്കയും ചട്ടിയും കലവും പാത്രമൊക്കെ ആയിട്ട് മാറിയേക്കണതെന്ന് നമുക്ക് ഉദാഹരണം വെച്ച് പറഞ്ഞു തരും ഉപനിഷത്ത്. ചാന്തോക്യ ഉപനിഷത്ത് ഈ ഉദാഹരണം പറഞ്ഞു തരുമ്പോൾ അത് സൃഷ്ടിയുമായി നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കരുത്. നമ്മൾ പറഞ്ഞു ദൃഷ്ടാന്തം ദാഷ്ടാന്തികത്തിലേക്ക് അത് തന്നെയാണെന്ന് കണക്ട് ചെയ്യരുത്. കാരണം കുടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുടുക്ക ഉണ്ടാക്കാൻ കുലാലൻ എന്ന ആള് വേണം, ഉണ്ടാക്കുന്ന ഉപകരണം വേണം, അതിന് മണ്ണ് വേറെ, അതിന് അനുയോജ്യമായ മണ്ണ് വേണം, അതിന് വെള്ളം വേണം. ഇത്രയും സാമഗ്രികൾ ചേരുമ്പോഴാണ് പിന്നെ ആ മണ്ണിന് തന്നെ കുടുക്കയും കുടവും ഒക്കെ മാറാനുള്ള ഒരു സ്വഭാവവും ഉണ്ട്. അരിപ്പൊടി കളിക്കുക കുടവും കുടുക്കൊന്നും ആവില്ലല്ലോ. അപ്പൊ മണ്ണിന് ആ സ്വഭാവമുണ്ട്, ഇതൊക്കെ ആയിട്ട് മാറാനായിട്ടുള്ള സ്വഭാവം ആ മണ്ണിന് ഉണ്ട്. അപ്പോ കുലാലൻ അവിടെ പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വസ്തുവും ഈ ക്രിയേഷന്, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ജഗദീശ്വരൻ ഉപയോഗിച്ചിട്ടേയില്ല, അല്ലെ? അത് തന്നെ ഗുരു പിന്നെയും പറയാണ്, അല്ലെ? നീ സത്യം ജ്ഞാനം ആനന്ദം, നീ സച്ചിദാനന്ദ സ്വരൂപനാണ്, അല്ലെ? ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒക്കെ നീ തന്നെയാണ്. കാലത്രയങ്ങൾ നീയാണ്, അവസ്ഥാത്രയങ്ങൾ നീയാണ്, അല്ലെ? നമ്മളിതിനെ ഭൂതം ഭാവി വർത്തമാനം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ച് മൂഢന്മാരായി നമ്മൾ കഴിയും, അല്ലെ? ഭൂതമായി വന്നതും ഭാവിയായി വന്നതും ഇനി ഈ വർത്തമാന കാലത്തിൽ ഇരിക്കുന്നതും എല്ലാം നീ തന്നെയാണ് എന്ന് പറയാണ്. അതുപോലെ തന്നെ പറയുമല്ലോ, എന്താണ്? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. അതൊക്കെ ചേർത്ത് പഠിച്ചോണം. ദൈവദശകമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും അത്. ദൈവമേ, ഈ ജഗദീശ്വരന്റെ ശക്തി ഈ പ്രപഞ്ചമായി വന്നപ്പോഴാണല്ലോ നമ്മൾ മായ എന്ന് വിളിച്ചത്. ആ മായ കാട്ടിയതും നീയാണ്, മായ നീയാണ്, മായാവിയായതും മായ കാട്ടിയ മായാവിയും നീയാണ്, അല്ലേ? അതുപോലെ തന്നെ ഈ മായയെ മാറ്റിയിട്ട് ആ സ്വരൂപത്തെ കാണിച്ചു തരുന്ന, സായുജ്യത്തെ തരുന്ന, മോക്ഷത്തെ തരുന്നവനും നീയാണ്. ആ മായ കണ്ട് രസിക്കുന്നവനും നീയാണ്, മായ വിനോദനും നീ തന്നെയാണ്, അല്ലെ? എന്നൊക്കെ പറയുന്നത് ഈ ഉപനിഷത്ത് സത്യം തന്നെയാണ്. തദാത്മാനം സ്വയമഗുരുത. ഒന്ന് ഉപനിഷത്ത് മന്ത്രം ഒന്നും കൂടി ഓർത്തേ. അസദ്വാ ഇതമഗ്ര ആസീത് തതോ വൈ സദജായത. അത് പഠിക്കണം കേട്ടോ, അത് നന്നായിട്ട് പഠിക്കണം. ഈ വേദമന്ത്രങ്ങളൊക്കെ ചാൻറ്റ് ചെയ്യണ പോലെ തന്നെ അതൊക്കെ ചൊല്ലി ഉരുവിട്ട് പഠിച്ചോളണം. എന്നിട്ട് പറയാണ്,
തദാത്മാനം സ്വയം അകുരുത. അത് അവനവനെ തന്നെയാണ്, ജഗദീശ്വരൻ തന്നെയാണ് ഇവിടെ പലതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം. പറയുന്നതൊക്കെ എന്തുകൊണ്ടാ? ഈ സത്യത്തിൽ ഇരുന്നു കൊണ്ടാണ് പല പല സ്തോത്രമാണെങ്കിലും ദാർശനികമാണെങ്കിലും പ്രബോധനമാണെങ്കിലും എല്ലാത്തിലേക്കും ഈ സത്യം ഇട്ട് ഗുരു തരികയാണ് നമുക്ക് ഏതിലും. അപ്പോ ഇനി നമുക്ക് അസത്ത് എന്നുള്ളതിന്റെ വ്യാഖ്യാനം ഉപനിഷത്ത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അസദിതി നാമരൂപ വിശേഷ വിപരീത രൂപം അവികൃതം ബ്രഹ്മ ഉച്യതേ. കണ്ട, കൃത്യമായ ഭാഷ്യമാണ് അതിന്. അസത് ഇതി, അസത്ത് എന്ന് പറഞ്ഞാൽ നാമരൂപ വിശേഷ വിപരീത രൂപം, അതായത് നാമരൂപരഹിതമായ എന്നർത്ഥം. അസത്ത് എന്ന് പറഞ്ഞാൽ നാമരൂപരഹിതമായ അവികൃതം ബ്രഹ്മ, അല്ലെ? അവികൃതമായ നാമരൂപങ്ങളിൽ ആകാത്ത ആ അവ്യാകൃതമായ എന്താ പറയുക ബ്രഹ്മത്തിനെയാണ് അർത്ഥമാക്കുന്നത്. അല്ലാതെ തീരെ ഇല്ലാത്തത് എന്നുള്ള അർത്ഥമല്ല അവിടെ എടുക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കണം അവിടെ. അതിൽ തന്നെ ഇപ്പൊ കുറേ നേരമായി അത് തന്നെ പറയണത്. അപ്പോ അത് സൂത്രത്തിൽ തൈത്തിരീയ ഉപനിഷത്ത് വെച്ച് നമ്മൾ വ്യാഖ്യാനിച്ചു. അസത്ത് എന്നതുകൊണ്ട് നാമരൂപ ഭേദങ്ങളൊന്നും പ്രകടമാകാത്ത നാമരൂപരഹിതമായ ബ്രഹ്മത്തെയാണ് അർത്ഥമാക്കുന്നത്, അല്ലെ? ഇപ്പൊ മണ്ണ് നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് വെറും എന്താ പറയാ മണ്ണ് മാത്രമായിരിക്കുമ്പോൾ അതിനകത്ത് എന്തില്ല? കലം, ചട്ടി, പാത്രം, കുടുക്ക ഒന്നുമില്ല. ആ നിലയിൽ നിന്നാണ് പിന്നീട് അത് എന്തായി മാറിയത്? കലവും ചട്ടിയും പാത്രയും കുടുക്കവും ഒക്കെ ആയിട്ടുള്ള ആ വ്യാകൃതമായി മാറിയത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ അസത്തഹ എന്നുള്ളതിനെ കേവല സത്തയിൽ നിന്നും പരബ്രഹ്മത്തിൽ നിന്നും, രണ്ടാമത് പറഞ്ഞ അസത്തിന് കണ്ട പൂയഹ അസതഹ സത്ത് അസത്ത് ഇതി. ആദ്യത്തെ അസത്ത് പരബ്രഹ്മമാണ്. അതിൽ നിന്നുണ്ടായ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന് രണ്ട് രൂപങ്ങളുണ്ട്, സത്തെന്നും അസത്തെന്നും. അപ്പോ പ്രപഞ്ചത്തെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന അസത്തിനർത്ഥം സൃഷ്ടിക്ക് മുൻപും പിൻപും ഇല്ലാത്തതും ഇടയ്ക്ക് മാത്രം ഉണ്ടെന്ന് തോന്നുന്നതുമായ നാമരൂപങ്ങളെയാണ് അസത്ത് എന്ന് പറയുന്നത്. ഓർത്തോളണം, സൃഷ്ടിക്ക് മുൻപില്ല. അപ്പോ കേവല സത്ത അല്ല അത്. സൃഷ്ടിക്ക് മുൻപില്ല, സൃഷ്ടിക്ക് ശേഷവും ഇല്ല, ലയത്തിലും ഇല്ല. പിന്നെ അവസാനം എന്താണ്? സൃഷ്ടിക്ക് മുൻപില്ല, പിൻപില്ല, മധ്യത്തിൽ മാത്രം കാണുന്ന നാമരൂപം. അതിനെ ഭഗവത്ഗീതയൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യൈവ തത്ര കാ പരിദേവന. അല്ലെ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? നമ്മളെല്ലാം പഠിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം പോവില്ല അത്. അവ്യക്താദീനി ഭൂതാനി, ഈ ജീവജാലങ്ങളെല്ലാം ആ അവ്യക്തത്തിൽ നിന്ന്, ആ കാരണ ശരീരത്തിൽ നിന്ന്, ആ അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടായത്. നമ്മളൊക്കെ ഉണ്ടായത് ആ വാസനാമയമായ അവ്യക്തമായ കാരണശരീരത്തിൽ നിന്നാണ്. അപ്പോ അവ്യക്താദീനി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും ജീവജാലങ്ങളും അവ്യക്തത്തിൽ നിന്നാണ് ഉണ്ടായത്. വ്യക്തമധ്യാനി ഭാരത, അല്ലെ? ഈ സൃഷ്ടിക്കും ലയത്തിനും ഇടയിലുള്ള കുറച്ചു കാലം മാത്രം ഇത് നാമത്തോടും രൂപത്തോടും കൂടി ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. കുറച്ചു കാലമുള്ളൂ ഈ നാമരൂപാത്മകമായ സ്ഥിതി. പിന്നെ അത് തിരിച്ച് അവ്യക്ത രൂപത്തിലേക്ക് തന്നെ മറയുന്നു. അവ്യക്ത നിധനാന്യൈവ. പിന്നെ നീ എന്തിനാ കരയുന്നത്? തത്രക്കാ പരിദേവന, എന്തിനാണ് ദുഃഖിക്കുന്നത്? അല്ലെ? അപ്പൊ ദുഃഖത്തിന്റെ ശ്രവണത്തിന് നമുക്കിപ്പോ ഒരാൾ മാനസികമായി വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അയാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അയാൾക്ക് വിഭവസമൃദ്ധമായ സദ്യ കൊടുത്താല് അയാളുടെ വിശപ്പ്, അയാളുടെ ദുഃഖം മാറുമോ? ഇല്ല. അയാളുടെ മനസ്സിന് അപ്പൊ കൊടുക്കേണ്ടതാണ് ഇതുപോലെ ആധ്യാത്മികമായ ജ്ഞാനം. അവനവനെ സംബന്ധിച്ചിട്ടുള്ള ശ്രവണം അവന് കൊടുക്കുമ്പോൾ ആ ദുഃഖത്തിന് ശമനം കിട്ടും. അപ്പോൾ അതിനാണ് നമ്മുടെ സ്വരൂപത്തെ പഠിക്കുന്നത്, അറിയുന്നത് ഒക്കെ. ഇനി അപ്പോൾ ആദ്യത്തെ അസത്തിന് കേവല സത്തയെന്നും രണ്ടാമത് പറഞ്ഞ അസത്തിന് സൃഷ്ടിക്ക് മുൻപും പിൻപും ഇല്ലാത്തതും ഇടയ്ക്ക് മാത്രം ഉണ്ടെന്ന് തോന്നുന്നതുമായ നാമരൂപങ്ങളെയാണ് അസത്ത് എന്ന് പറഞ്ഞത്. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു സത്ത് പറഞ്ഞല്ലോ. സത്ത്
അപ്പോൾ ആ സത്തിനർത്ഥം സകല, ഇത് ഞാൻ ചോദിക്കും, വളരെ ശ്രദ്ധയോടെ ഇരുന്നോളാം, ഇതിനകത്തുനിന്ന് ആരും ലെഫ്റ്റ് ആകരുത്, ഒരു പേര് വിളിച്ച് ഞാൻ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സത്തും അസത്തും ഒന്നും കൂടി വേണേൽ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളണം. ആ സൂത്രാർത്ഥം എന്തായാലും ഹൃദിസ്ഥമാക്കിയേ പറ്റുള്ളൂ. രണ്ടാമത് പറഞ്ഞ സത്തിനർത്ഥം എന്താ? സകലതിനും ഉണ്മയായിരിക്കുന്നതും ഉണ്ട് ഉണ്ട് എന്ന പ്രതീതി ഉളവാക്കുന്നതുമാണ്. രണ്ടാമത് പറഞ്ഞ പ്രപഞ്ചത്തിലെ പറഞ്ഞപ്പോൾ ഉള്ള സത്ത് സകലതിനും ഉണ്മയായ, ഒരു മരത്തിലും ഒരു മണ്ണിലും പിന്നെ പൂവിലും പുഴുവിലും പുൽച്ചാടിയിലും മരത്തിലും ഒക്കെ ആ ഉണ്മ ഉണ്ട് ഉണ്ട് അല്ല, നമ്മളതെല്ലാം ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നില്ലേ? അപ്പൊ സകലതിലും ഉണ്മയായിരിക്കുന്നതും പിന്നെന്താ? ഉണ്ട് ഉണ്ട് എന്ന പ്രതീതി ഉളവാക്കുന്നതിനെയുമാണ് സത്ത് എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ അസത്ത് ഇന്ദുമതി പറയാമോ? ആദ്യത്തെ അസത്തിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? ആകാശ ബ്രഹ്മം. ഇവിടെ ഇന്ദുമതി ഉണ്ടോ? ശ്രവിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ അസത്തിന്റെ അർത്ഥം എന്താണ്? അസത്ത് എന്ന് പറഞ്ഞാൽ നാമരൂപരഹിതമായ അവ്യകൃതമായ ബ്രഹ്മമാണ്. ഓക്കെ, ശരി, ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ രണ്ടാമത് പറഞ്ഞ അസത്തിനർത്ഥം സൃഷ്ടിക്ക് മുൻപും പിൻപും ഇല്ലായിരുന്നതും ഇടയ്ക്ക് മാത്രം ഉണ്ടെന്ന് തോന്നുന്നതുമായ നാമരൂപങ്ങൾ. പിന്നെ ഈ പ്രപഞ്ചത്തിൽ വരുന്ന സത്തിനർത്ഥം എന്താണ്? എല്ലാത്തിനും ഉണ്മയായിരിക്കുന്നതും ഉണ്ട് ഉണ്ട് എന്ന പ്രതീതി ഉളവാക്കുന്നതും. അപ്പോ നമ്മള് രണ്ടാമത് പറഞ്ഞ അസത്ത് പ്രപഞ്ചം സർവ്വജീവിജാലങ്ങളും തന്നെയല്ലേ? അതെ, നോക്കൂ. അപ്പോ സൃഷ്ടിക്ക് മുമ്പ് നാമരൂപ രഹിതമായി അസത്ത് എന്ന് വ്യവഹരിക്കപ്പെട്ട, ശ്രദ്ധിച്ചോളണം, ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് പറയാണ്. സൃഷ്ടിക്ക് മുമ്പ് അസത്ത് എന്ന് നാമരൂപരഹിതമായി വ്യവഹരിക്കപ്പെട്ട അവ്യാകൃതമായ കേവല സത്ത തന്നെയാണ് എന്നൂടെ. സൃഷ്ടിക്ക് മുമ്പ് നാമരൂപരഹിതമായി അസത്ത് എന്ന് വ്യവഹരിക്കപ്പെട്ട അവ്യാകൃതമായ കേവല സത്ത തന്നെയാണ് സൃഷ്ടിക്ക് ശേഷം നാമരൂപങ്ങളോടെ സത്ത് അസത്ത് എന്നിങ്ങനെ സദ്ഭാവത്തിലൂടെയും അസദ്ഭാവത്തിലൂടെയും പ്രകടമായത്. അങ്ങനെ പറയാം. അതായത് സൃഷ്ടിക്ക് മുൻപ് അഗ്രേ നാമരൂപരഹിതമായി അസത്ത്, അതാണ് ആദ്യത്തെ അസത്ത്, കേവല സത്ത. സൃഷ്ടിക്ക് മുമ്പ് നാമരൂപരഹിതമായി അസത്ത് എന്ന് വ്യവഹരിക്കപ്പെട്ട, അസത്ത് എന്ന് പറഞ്ഞ ആ കേവല സത്ത, അവ്യാകൃത എന്ന് എഴുതിയില്ലെങ്കിലും വേണ്ടല്ല, ആ കേവല സത്ത തന്നെയാണ് സൃഷ്ടിക്ക് ശേഷം, തന്നെ ആലോചിച്ച് എഴുതാലോ, ഇത്ര നേരം കേട്ടതല്ലേ, സൃഷ്ടിക്ക് ശേഷം സത്ത് അസത്ത് എന്ന്, അല്ലെങ്കിൽ സദ്ഭാവമായും അസദ്ഭാവമായും പ്രകടമാകുന്നത്. ഇനി നിങ്ങൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വീണ്ടും കേട്ട് പഠിക്കാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ജഡത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ അസത്തിലൂടെ മാത്രമേ സത്യത്തിന് പ്രതീതമാകാൻ പറ്റുള്ളൂ. ഈ ഇവിടെ നാമരൂപമായ ആ വസ്തുക്കൾ ഓരോന്നും പുറമേ കാണുന്ന ശരീരം ജഡമാണല്ലോ. ആ ജഡത്തിലൂടെ മാത്രമേ സത്യത്തിന് പ്രകടമാകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഇലക്ട്രിസിറ്റി തന്നെ വെറുതെ ഉദാഹരണമായിട്ട് പറഞ്ഞ ഇലക്ട്രിസിറ്റി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? കാറ്റായും ചൂടായും തണുപ്പായും ഒക്കെ നമുക്ക് ഇതിനെ അനുഭവിക്കാൻ സാധിക്കുന്നത് ജഡത്തിലൂടെ അത് പ്രകടമാകുമ്പോൾ നമുക്കതിനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആ കേവല സത്തയ്ക്ക്, അവ്യാകൃതമായ കേവല സത്തയ്ക്ക് ജഡാത്മകമായ അസത്തിലൂടെ മാത്രമേ ഇവിടെ പ്രതീതമാകാനായിട്ട് പറ്റുകയുള്ളൂ എന്നതും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞ അത്രയും ഭാഗം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. അടുത്തത് ഇവിടെ കാരണം എന്താന്ന് വെച്ചാല്, വ്യാവഹാരികമായ ദശയിൽ നമ്മൾ ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോൾ ഈ ലോകത്ത് കാണുന്ന വസ്തുക്കളിൽ എല്ലാം ആധാരമായ ബ്രഹ്മവും ആരോപിതമായ നാമരൂപങ്ങളും കലർന്നു തോന്നുന്നത് പോലെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം.
പ്രപഞ്ചത്തിലെ ഈ വ്യാവഹാരിക ദശയിൽ ഇപ്പൊ നമ്മളെ തന്നെ നോക്കിക്കേ. നമ്മുടെ ശരീരം, ആ തൊലിയും എലുമ്പും അലം ദുരന്തം അന്തക്കലകളുമേന്തും അഹന്തയെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ചൈതന്യം ഉണ്ട് അവിടെ. അപ്പൊ അത് കൂടി കലർന്നതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് തോന്നുന്നതാണ് പറഞ്ഞത്. വ്യാവഹാരിക ദിശയിലെ ആധാര ബ്രഹ്മവും ആരോപിതമായ ആ നാമരൂപങ്ങളും കൂടി കലർന്നതുപോലെ തോന്നും. അപ്പൊ നമ്മൾ നാമരൂപങ്ങളാണ് സത്യം എന്ന് വിചാരിക്കും, ആധാര ബ്രഹ്മത്തെ കാണുന്നില്ല. അപ്പൊ ഇതാണ് ഈ ജഗത്തിന്റെ സത്ത് ഭാവങ്ങൾ എന്ന് നമുക്ക് വേണേൽ പറയാം. ഒരു ഉദാഹരണം, ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാല് പറയാ, രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും എന്ന് പറയും. രാമായണം പറയുന്നതാണത്. എഴുത്തച്ഛൻ അധ്യാത്മ രാമായണത്തിലൂടെ ഇക്കാര്യം വളരെ ഒന്നും കൂടി അത് ലളിതവത്കരിച്ചിട്ടുണ്ട്. രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം സ്വച്ഛസ്ഫടികവും തദ്വർണമായി വരും. യാതൊരളവ് ദേഹേന്ദ്രിയാദി ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിന് സംസാരമുണ്ടാവും അവാർത്തക കാരണം. അതെന്നൊക്കെ അവിടെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയാണ്, ഒരു ശുദ്ധമായ സ്ഫടികം സങ്കല്പിക്കുക. ആ സ്ഫടികത്തിന്റെ മുന്നിലേക്ക് നല്ല ചുവന്ന കളറിലുള്ള പുഷ്പം കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചുവന്ന വസ്തു, നല്ല കളറുള്ളൊരു വസ്തു കൊണ്ടുവന്ന് വെക്കുക. രക്തവർണ്ണമോ ഏത് വർണ്ണമെങ്കിലും ആയിക്കൊള്ളട്ടെ. അതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമുക്ക് ആ സ്ഫടികം ആ കളറായിട്ട് മാറും. ചുമപ്പാണെങ്കിൽ ചുമപ്പ് നിറത്തിലുള്ള സ്ഫടികം എന്ന് നമ്മൾ പറയും. അപ്പോൾ ശരിക്കും ആ സ്ഫടികത്തിന് ചുമപ്പ് നിറമായിട്ട് എന്തെങ്കിലും ലയം സംഭവിക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല, ഒരിക്കലും അതിനെ ആ ചുമപ്പ് വർണ്ണമായിട്ട് യാതൊരു സംബന്ധവും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ കാണുന്നവന്റെ ഭ്രമത്തിൽ അത് ചുമന്ന സ്ഫടികം നമ്മൾ പറയും. അപ്പോൾ പറയും, വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന. സത്യത്തിൽ അത് രണ്ടും തമ്മിൽ കലരുന്നില്ല. ചിത്തേ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി. അത് സൂക്ഷിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ അന്ധകരണത്തിലേക്ക് പ്രകാശിച്ചിരിക്കുന്ന ജീവചൈതന്യം ദേഹേന്ദ്രിയാദികളോട് സംബന്ധമുണ്ടായപ്പോഴാണ് ഈ പ്രപഞ്ചബന്ധം ഉണ്ടായത്. ആത്മാവിന് പ്രപഞ്ചബന്ധം ഉണ്ടായി, ആത്മാവ് അവിടെ കർമ്മം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ദേഹ ഇന്ദ്രിയ ബുദ്ധി മനസ്സോടുകൂടി ചേർന്നപ്പോഴാണ്. മനസ്സിന്റെ വാസനകൾക്ക് അനുയോജ്യമായി പ്രവർത്തിച്ചപ്പോൾ ആ ചൈതന്യവും ത്തിനും കർമ്മം ഉണ്ടെന്ന് നമ്മൾ പറയുകയാണ്. ആത്മാവ് ഒന്നും കർമ്മം ചെയ്യുന്നില്ല. മനസ്സിന്റെ സങ്കല്പം അനുസരിച്ച് ജീവിതം വന്നു, അതനുസരിച്ച് നമ്മളിവിടെ പ്രവർത്തിക്കുന്നു, നമ്മുടെ പ്രകൃതിക്കനുസരിച്ച്. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ വാസനകൾ ഒടുങ്ങുമ്പോഴാണ് നമ്മളുടെ കർമ്മങ്ങളും ഒക്കെ ശുദ്ധമായി വരുന്നത്. അത് ഒന്നും കൂടി വളരെ കൃത്യമായി ഗുരു നമുക്ക് പറഞ്ഞു തന്നത്, ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാത്ത വിളക്കെന്ന് വേറൊരു രീതിയിൽ പറഞ്ഞു. എന്തെല്ലാം ചെയ്യുമ്പോഴും സാക്ഷിയായി ആ വിളക്ക് എരിയുന്നത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ആ വിളക്കിന് ഒരിക്കലും ഇതുമായിട്ട് ഒരിക്കലും അതിന്റെ ഗുണദോഷങ്ങൾ അതിനെ ഏൽക്കുന്നേ ഇല്ല. സുഖമോ ദുഃഖമോ ഒന്നും അതിനനുസരിച്ച് ആത്മാവിനില്ല. അപ്പോൾ അത് കുറച്ച് താത്വികമായ തലാണ്. അങ്ങനെയൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. ആരാണ് നമുക്ക് ദുഃഖം തന്നത്? ഈശ്വരനാണോ? ആരാണ് നമുക്ക് രോഗം തന്നത്? ഈശ്വരനാണോ? ഏത് രോഗം തരുമ്പോഴും ഏത് ദുഃഖം തരുമ്പോഴും ആ രോഗത്തിനും ദുഃഖത്തിനും ആശ്വാസമായി നമ്മളിരുന്നു കൊണ്ട് പ്രകാശിക്കുന്ന ഒരു ആത്മചൈതന്യം ഉണ്ടെന്നറിയണം. കാരണം നമ്മുടെ കർമ്മങ്ങളാണ് നമ്മളെ രോഗിയാക്കിയതും ദുഃഖത്തിനടിമയാക്കിയതും ഒക്കെ. ജന്മാന്തരങ്ങളായി കൊണ്ടുപോയ കർമ്മക്കെട്ടുകളാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. അപ്പൊ അതിനൊരിക്കലും ഈശ്വരനല്ല വഴി കൊടുക്കേണ്ടത്. നമ്മളാണ് സത്യമറിയാതെ ജീവിച്ചത് കൊണ്ടാണ് കണ്ണിൽ കണ്ടതൊക്കെ സത്യമെന്ന് കരുതി അതിനെ ഭ്രമിച്ച് അതിനെ കൂട്ടിക്കൊണ്ടുപോയി. അത് പിന്നെ ശരീരമായി വന്നു, അവിടെയും വീണ്ടും കുറെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ എത്രയോ ജന്മങ്ങൾക്കുള്ള കെട്ടുകളുമായിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് വരുന്നത്. പക്ഷെ ഈ സത്യത്തെ അറിഞ്ഞു തുടങ്ങുമ്പോണ്ടല്ലോ, ഇനി ഈ പ്രാരബ്ധം അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കെട്ടുകളുടെ എണ്ണം കുറയും. അപ്പോൾ ഇപ്പൊ നമ്മൾ പറയാറില്ലേ, അനേകം വർഷം കാലങ്ങളായി കൂരിരുട്ടിലിരുന്ന ഒരു ഗുഹയിലേക്ക്
അത്രയും കാലം വിളക്ക് കത്തിച്ച് വെക്കേണ്ട. ഒരു ചെറിയ വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ ഇരുട്ട് പോകും. അതുപോലെ അറിയേണ്ടതിനെ അറിയുമ്പോൾ ജന്മാന്തരങ്ങളായ വാസനകളെല്ലാം പോകും. അതാണ് ഗുരു പറഞ്ഞത്. പിന്നെ പ്രാരബ്ധം എവിടെ, സഞ്ചിത എവിടെ, ആഗാമി എവിടെ, കർമ്മം പോലും ഇല്ല അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത് അതാണ്. ഇതൊക്കെ നമ്മൾ സ്വയം ഇരുന്നു കൊണ്ട് സൂക്ഷ്മമായി വിചാരം ചെയ്ത് മനസ്സിലാക്കി എടുക്കണം. കർമ്മം ഒരിക്കലും ആത്മാവിന് കർമ്മമില്ല. ഈ സത്വ അസത്വമായിട്ട് ജഡാത്മകമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പതിച്ചു പോയിരിക്കുന്നു. കൂട്ടിൽ പെട്ടിരിക്കുന്ന കിളിയെ പോലെ പെട്ടുപോയിരിക്കുന്നു. ഇനി ഈ ശരീരത്തിൽ നിന്ന് പോയാൽ എൻ്റെ ദുഃഖം തീർന്നു എന്ന് നമ്മൾ കരുതും, മരിച്ചാൽ മതിയെന്ന് തോന്നും. പക്ഷെ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു കൂട്ടിലേക്കായിരിക്കും, സത്യം അറിഞ്ഞു പോയില്ലെങ്കിൽ. അതുകൊണ്ട് സത്യം അറിയാനുള്ള തുടക്കം ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ, മനസ്സിന് ആരോഗ്യമുള്ളപ്പോൾ, ശരീരത്തിന് ആരോഗ്യമുള്ളപ്പോൾ ഇതൊക്കെ വിചാരം ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പറയുകയാണ്, നമ്മൾ പറഞ്ഞു ബോധരൂപത്തിൽ നിന്നും ഭാവ അഭാവ രൂപമായി മാറി മാറി പ്രകാശിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുദേവ കൃതികളുടെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് പറയാം, ദർശനമാലയിലെ അപവാദ ദർശനം 5-ാം ശ്ലോകം കേട്ടോ, വെറുതെ എഴുതി വെച്ചോളൂ. ദർശനമാല അപവാദ ദർശനം 5-ാം ശ്ലോകം. കാര്യത്വാത്, ആരെങ്കിലും കയ്യിൽ പ്രാർത്ഥന ബുക്കുണ്ടോ? ദർശനമാല അപവാദ ദർശനം 5-ാം ശ്ലോകം. എന്ന് നിങ്ങൾ ഇതൊക്കെ ജപിക്കുന്നതാണല്ലോ ദർശനമാല. അപ്പൊ നമ്മളെയൊക്കെ ഗുരു വിളിച്ചത് എന്താ? നമ്മളെ ഒന്നല്ല, സത്യം അറിയാത്തവരൊക്കെ മൂഢതീയാണ്, മന്ദതീയാണ്. നമ്മൾ വലിയ ശാസ്ത്രജ്ഞനായിക്കൊള്ളട്ടെ, ലോകം കീഴടക്കിയവനായിക്കൊള്ളട്ടെ, അറിയേണ്ടത് അറിയാത്തവനെയൊക്കെ മന്ദതി എന്ന് തന്നെയാണ് ഉപനിഷത്ത് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകം എന്താണെന്നൊന്ന് പഠിക്കണം കേട്ടോ. കാര്യത്വാത് അസദോസ്യാസ്തി കാരണം ന ഹ്യതോ ജഗത് ബ്രഹ്മൈവ തർഹി സദസദിതി മുഹ്യതി മന്ദതീഹി. അപ്പോ അത് ശ്ലോകം ഒന്നും കേട്ട് പേടിക്കണ്ട, വളരെ ലളിതമാണത്. കാര്യത്വാത് അസദഹ അസ്യ കാരണം അസ്തി, അത്രേ ഉള്ളൂ. കാര്യത്വാത്, കാര്യമായതുകൊണ്ട്, കാര്യകാരണ രൂപത്തിലാണല്ലോ എല്ലാം സംഭവിക്കുക. എന്തിനും ഒരു കാരണമുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം ഒരു കാര്യരൂപമാണ്, ഒന്നിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഇത് കാര്യമാണ്. കാര്യജാലങ്ങൾക്ക് കാരണത്തെ അപേക്ഷിച്ച് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരബ്രഹ്മം കാരണമാണെങ്കിൽ പ്രപഞ്ചം കാര്യമാണ്, അങ്ങനെ പഠിക്കണം. മണ്ണ് കാരണമാണെങ്കിൽ കുടം കാര്യമാണ്. വിത്ത് കാരണമാണെങ്കിൽ വൃക്ഷം കാര്യമാണ്, അങ്ങനെ പഠിക്കണം. അപ്പോ കാര്യത്വാത്, ഇത് കാര്യമായതുകൊണ്ട്, മറ്റൊന്നിനെ അപേക്ഷിച്ച് നിൽക്കുന്നത് കൊണ്ട്, നോക്കൂ, അസതഹ, ഇതില്ലാത്തതാണ്. കാര്യത്വാത് അസതഹ, നോക്കൂ, അസ്യ കാരണം, കാര്യത്വാത് അസതഹ അസ്യ കാരണം അസ്തി. കാര്യജാലം കാര്യമായതുകൊണ്ട് ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട്. പ്രപഞ്ചത്തിന് ആ പരമകാരണത്തിൽ നിന്ന് വേറിട്ട് നിലനിൽപ്പില്ല. കാരണത്തെ ആശ്രയിച്ച് മാത്രമാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അപ്പോ കാര്യത്വാത്, കാര്യമായതുകൊണ്ട്, അസതഹ അസ്യ, ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തിന് കാരണമസ്തി, ഒരു പരമകാരണമുണ്ട്. അതുകൊണ്ട് പറയാണ് അധഹ ജഗത് നഹി, അതുകൊണ്ട് ജഗത്ത്, ഈ പ്രപഞ്ചത്തിന് സ്വന്തമായ നിലനിൽപ്പില്ല. ഈ സൂത്രത്തോട് നന്നായി ചേരുന്ന ഒരു ശ്ലോകമാണിത്. ഈ ഗുരു ഈ സൂത്രങ്ങൾ കൃതികളിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ട് അതൊക്കെ സൂത്രിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ വേദാന്ത സൂത്രത്തിൽ. അപ്പോൾ നഹി അതോ എന്നുള്ളത് ന ഹി അതഹ എന്നാണ് പിരിക്കട്ടെ. ന ഇല്ല, ഹി എന്തെന്നാൽ അതഹ, അതുകൊണ്ട് ജഗത്ത് നഹി, നഹി ജൗന് ജഗത്തില്ല, കാര്യമായതുകൊണ്ട് അത് ഇല്ലാത്തതാണ്. ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ കാരണത്തെ ആശ്രയിച്ച് മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് തർഹി, എന്നാലും ബ്രഹ്മൈവ, ബ്രഹ്മ ഏവ, ബ്രഹ്മത്തിനെ തന്നെയാണ്
സത്ത് അസത്ത് ഇത് കണ്ട നമ്മുടെ ഗുരു ഇത് തന്നെയല്ലേ പല ഭാഗങ്ങളിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. സത്ത് അസത്ത് ഇതി, ബ്രഹ്മത്തിനെ തന്നെയാണ് സത്ത് അസത്ത് എന്ന് മന്ദദീഹി മുഹ്യതി, മൂഢതീകള് മോഹിക്കുന്നത്. ഈ പരബ്രഹ്മ സത്തയെ തന്നെയാണ് നമ്മളെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞ് ഇതിൽ കിടന്ന് ഇങ്ങനെ കളിച്ചു പൊളയ്ക്കുമ്പോഴും ഇത് ആ പരമകാരണമല്ലാതെ മറ്റൊന്നുമല്ല. അതിലുണ്ടായ കുറച്ച് നാമങ്ങളും രൂപങ്ങളുമാണ് നമ്മളൊക്കെ ഓരോരുത്തരും. അപ്പൊ നമ്മുടെയൊക്കെ പരമകാരണം ആ പരബ്രഹ്മ സ്വരൂപമായ ആധാരസത്ത തന്നെയാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പൊ അതിന്റെ അന്വയം എഴുതുമ്പോൾ അങ്ങനെ പറയാം, കാര്യത്വാത് അസതഃ അസ്യ കാരണം അസ്തി അതഃ ജഗത്ത് ന ഹി, അതുകൊണ്ട് പ്രപഞ്ചമില്ല. തർഹി, എന്നാലും മന്ദദീഹി അല്ലെ, മന്ദബുദ്ധികള് മൂഢബുദ്ധികള്, സത്യദർശനത്തിന് സമർത്ഥമല്ലാത്ത, സത്യദർശനം പരമാർത്ഥ സത്യത്തെ അന്വേഷിച്ചറിയാൻ കെൽപ്പില്ലാത്തവരെയാണ് നമ്മൾ മന്ദതി എന്ന് പറയുക. മന്ദദീഹി ബ്രഹ്മയേവ, ഈ ബ്രഹ്മത്തിനെ തന്നെയാണ് സത്ത് അസത്ത് എന്ന് മോഹിക്കുന്നത്. ഉണ്ട് ഇല്ല എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നമ്മൾ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ബ്രഹ്മസത്തയെ തന്നെ, ആധാരസത്തയെ തന്നെയാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. ബ്രഹ്മഭിന്നമായ ജഗത്ത് ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് സത്ത് അസത്ത് എന്ന ഭാവങ്ങൾക്ക് അതീതമായ, നമ്മുടെ സൂത്രമാണ് പറയുന്നത്, അതുകൊണ്ട് സത്ത് അസത്ത് എന്ന ഭാവങ്ങൾക്ക് അതീതമായ ബ്രഹ്മത്തെ തന്നെയാണ് ബുദ്ധിഹീനന്മാരായ മടയന്മാർ എന്തു പറയാ, സത്ത് അസത്ത് എന്ന് മോഹിച്ചു കഴിയുന്നത്. സൂത്രമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചോണം. സത്തിനും അസത്തിനും അതീതമായ ബ്രഹ്മത്തിലാണ് നമ്മൾ ഈ ഉണ്ട് ഇല്ല എന്ന് മുറ മാറി അസത്ത് സത്ത് രണ്ടും പ്രതീതമിതനാദിതമ സ്വഭാവം, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഇനിയും പോകുന്നില്ല. രണ്ടും പ്രതീതമാണെന്ന് ഗുരു പറഞ്ഞു. സത്തും അസത്തും, ഉണ്മയും ഇല്ലായ്മയും ഇവിടെ പ്രതീതമാണ്. രണ്ടും ഇവിടെ ഇല്ല. കാരണം അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാവുന്നതാണ്. ഇരുട്ടത്ത് കയറ് കാണുന്നു, അത് പാമ്പാണെന്ന് മോഹിക്കുന്നു, പേടിക്കുന്നു. വിളക്കുണ്ടെന്ന് നോക്കുമ്പോൾ അവിടെ പാമ്പില്ല, കയറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കയറിനെ കണ്ടു, പിന്നെ പാമ്പുണ്ടെന്ന് പറഞ്ഞു, ഉണ്ട് സത്ത്, പാമ്പുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ശരിയായ വെളിച്ചം കൊണ്ടുവന്നപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കയറെന്ന ഒരു സത്തയെ തന്നെയാണ് ഉണ്ടെന്നും ഇല്ലെന്നും മോഹിച്ചത്, ദുഃഖിച്ചത്. സത്യത്തിൽ ഈ ബ്രഹ്മത്തിന് കയറിനൊന്നും മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മളതിനെ പാമ്പായി കണ്ടു, പിന്നെ വിളക്ക് കൊണ്ടുവന്നപ്പോൾ അത് പാമ്പല്ല, കയറ് തന്നെയാന്ന് കണ്ടു. ഇനി ഈ കയറും പ്രതീതാണല്ലോ, ആരോപിച്ചിരിക്കുന്ന കയറും ബ്രഹ്മത്തിൽ പ്രതീതമാണ്. ആ പ്രതീതിയിലും പ്രതീതി വെച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മളെന്നർത്ഥം. അപ്പോ പരമാർത്ഥ സത്യാനുഭവ ദശയിലെ ഭാവാഭാവരൂപമായ ഈ ജഗത്തും പ്രതീതിയാണെന്ന് അനുഭവപ്പെടുന്നത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെക്കുക. ഇത്രയും പറഞ്ഞത് അത് പറയാൻ വേണ്ടിയിട്ടാണ്. പരമാർത്ഥ സത്യം അനുഭവിക്കുമ്പോൾ, പരബ്രഹ്മ സത്യ എന്ന ആധാര സത്യയെ അറിയുമ്പോൾ, ഭാവാഭാവരൂപമായ സത്ത് അസത്ത് രൂപമായ ഉണ്ട് ഇല്ല എന്ന പ്രതീതമായ ഈ ജഗത്തും പ്രതീതിയാണെന്ന് അനുഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേടേണ്ടത് നേടണം. പിന്നെ ഒന്നും ഇവിടെ പറഞ്ഞില്ലേ, നമ്മൾ സപ്തജ്ഞാന ഭൂമികളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നേടേണ്ടത് നേടിയാൽ പിന്നെ ഒരു ദുഃഖവും ഇല്ല, ഒരു സങ്കല്പവും ഇല്ല, ഒരു ഭയവും ഇല്ല, ഒന്നും കിട്ടാൻ ആഗ്രഹമില്ല, ഒന്നും ചെയ്യാൻ ആഗ്രഹം, ഇനി ഒന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പറയുന്നത് പരമാത്മ സത്യ അനുഭവ ദശയിലെ ഭാവാഭാവമായ ഈ രൂപവും ഈ ജഗത്തും പ്രതീതിയാണെന്ന് അനുഭവപ്പെടുന്നു. അടുത്ത നമുക്ക് ഗുഹാഷ്ടകത്തിലെ ഒരു ശ്ലോകമൊക്കെ വെച്ചതൊന്ന് വ്യാഖ്യാനിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. കാരണം നമ്മൾ ഗുരുദേവ കൃതികളിലേക്ക് ഇനി കൂടുതൽ ഇറങ്ങേണ്ടുന്ന സൂത്രങ്ങളാണ്. അടുത്ത സൂത്രത്തിലും ഗുരു ഇത് തന്നെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ സത്തിനെയും അസത്തിനെയും അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഗുരുദേവ കൃതികളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ തന്നെ പല വാക്കുകൾ ഉപയോഗിച്ച് ഒന്നിനെ തന്നെയാണ് ഗുരു പറയുന്നത്.
അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീനാരായണ നമസ്തു. ഗുരു ഓം.